നമസ്കാരം. പി.വി. അൻവർ വർഗീയവാദി, പി.വി. അൻവർ കള്ളക്കടത്തുകാരൻ, പി.വി. അൻവർ കൊലയാളി എന്ന രീതിയിലാണ് നിലവിൽ CPM സംസ്ഥാന തലത്തിൽ തനിക്കെതിരെ ക്യാമ്പയിൻ ചെയ്യുന്നതെന്ന് പി.വി. അൻവർ ആരോപിച്ചു. ജില്ലാ സെക്രട്ടറി സംസ്ഥാന പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകളാണ് ക്യാമ്പയിനായിട്ട് തുടങ്ങുന്നത്. ഇതേ വിഷയമായിട്ട് മുന്നോട്ട് പോകുന്നതല്ല മനസ്സിലാക്കുന്നത്. ജില്ലയിലല്ലേ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തല്ലോ. സംസ്ഥാനത്ത് ഒട്ടാകെ ക്യാമ്പയിൻ തുടങ്ങിയില്ലേ. പി.വി. അൻവർ വർഗീയവാദി, പി.വി. അൻവർ കള്ളക്കടത്തുകാരൻ, പി.വി. അൻവർ കൊലയാളി. നീ എന്താ പറയാൻ ബാക്കിയുള്ളത്? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തടയിടാൻ യാഥാർത്ഥ്യങ്ങൾ, സത്യാവസ്ഥ അത് പഠിച്ച് മനസ്സിലാക്കി അതിനോട് രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കുന്നതിന് പകരം മുസ്ലിം പ്രീണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതെന്നും അൻവർ ഇപ്പോൾ ഇന്ന് അവരുടെ കയ്യിലേക്ക് പോവുകയാണെന്നും അതുകൊണ്ട് നമ്മൾ ഒരു RSS BJP പക്ഷത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അവരുടെ സപ്പോർട്ട് സ്വീകരിക്കണമെന്ന മെസ്സേജ് ഈ രാജ്യത്ത് കൊടുത്തുകൊണ്ടേയിരിക്കല്ലേ CPM. അതിനല്ലേ ഇപ്പോൾ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എന്താ പറയുക മതവാദിയും മതരാഷ്ട്രവാദിയും തീവ്രവാദിയും ഒക്കെ ആവും. അതിപ്പോൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. ജില്ലാ പ്രസിഡന്റ് ഒരു വെല്ലുവിളി ജില്ലാ സെക്രട്ടറി ഒരു സെക്രട്ടറി അംഗം ചുരുട്ടാൻ പോയി എന്നുള്ളൊരു കാര്യം നേരത്തെ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സെക്രട്ടറി അംഗത്തിൻ്റെ പേര് പുറത്തു പറയണം, അല്ലെങ്കിൽ ആ കാര്യം വെളിപ്പെടുത്താൻ MLA തയ്യാറാണോ അതിനെ വെല്ലുവിളിക്കുന്നതെന്നാണ് ജില്ലാ കമ്മിറ്റിയിലെ പ്രസിഡന്റ് പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ആ കക്ഷിയൊക്കെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാൻ ഈ പേര് പറഞ്ഞാൽ അദ്ദേഹത്തെ എടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തിടും. സ്വാഭാവികമല്ലേ? അതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യം. അതൊക്കെ ഒരു പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അവരത്ര ബുദ്ധിയില്ലെങ്കിൽ PV എന്ന് പറഞ്ഞാൽ ഇത്തിരിയെങ്കിലും ബുദ്ധിയില്ല. അതുകൊണ്ട് ആ സത്യാവസ്ഥ പുറത്ത് പറഞ്ഞ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ പറഞ്ഞാണ്. ആ പേരിൽ ഇനി അദ്ദേഹത്തെ പുറത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പേര് പറയണം. ഒരു ഉദ്ദേശമില്ല. പോട്ടെ. അല്ല, ഈ പോരാട്ടം തുടങ്ങിയതിന് ശേഷം പാർട്ടി നേതൃത്വത്തിലുള്ളവർ അങ്ങനെയുമായിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടായി? ജില്ലയിൽ അങ്ങനെ ഏറ്റവും അടുത്ത ബന്ധമുണ്ടോ? അല്ല, സംസാരിക്കാൻ ഒരുപാട് ശ്രമിച്ചു. അവരെന്നെ ടെക്നോളജി ചെയ്യുന്നുണ്ടല്ലോ. EN മോഹൻദാസ് എന്ന് പറയുന്നുണ്ടല്ലോ. പലവട്ടം ഞങ്ങൾ സംസാരിച്ചാണ്, കണ്ടതാണ്. പാതിരാത്രി വരെ ഇരുന്ന അപ്പോഴൊക്കെ എനിക്കൊരൊറ്റ നിലപാടേ ഉള്ളൂ. എന്താ നിലപാട്? ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവൺമെൻറ് എടുക്കുന്ന നിലപാട് ശരിയല്ല. സത്യസന്ധമായ അന്വേഷണം നടക്കണം. റിദാൻ ഫാസിൽ അതിൻ്റെ ഭാഗമാണ്. മാമി തിരോധാനം ഇതിൻ്റെ ഭാഗമാണ്. ഈ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഓക്കെ, ഞാൻ നിർത്താം, ആയിക്കോട്ടെ, ഞങ്ങൾ കൃത്യമായി ചെയ്യാമെന്ന് പറയും. പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ പോലീസ് വളഞ്ഞ വഴിയിലൂടെയാണ് പോകുന്നത്. കേസിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്താനുള്ള വഴിയിലല്ല നടക്കുന്നത്. എന്താണ് ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത്? എനിക്ക് വിവരം തന്ന ആളുകളെ തേടി നടക്കുക, എനിക്ക് വിവരം തന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തേടി നടക്കുക. അൻവർ പറഞ്ഞ ഈ കാര്യത്തെക്കുറിച്ചല്ല അന്വേഷണം. ഈ ചങ്ങാതിക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടി, ആര് കൊടുത്തു, അവരെ പേര് നടപടിയെടുക്കാനുള്ള പരിശ്രമം നടക്കുന്നത്. ഇന്ന് വെള്ളരിക്ക പട്ടണം 3.5 കോടി ജനങ്ങളെ കൂടാക്കുക. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നത് മറ്റേ വാറോല കിട്ടാനാ. എന്ത്? ഈ അജിത് കുമാറിന് 4 ദിവസം ആ സീറ്റിൽ നിന്ന് മാറ്റിയിരുത്തി, എന്നിട്ട് കേരളത്തിലെ ജനങ്ങളെ സംതൃപ്തരാകും. ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇന്നും ഇന്നലെയും മിനിയാന്നും കഴിഞ്ഞ് 10 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തിരുത്തണം. ആ PHQക്ക് അവൻ കയറാൻ പാടില്ല. അതിനെടുത്ത താക്കോല് വാങ്ങണം, ഫോണ് തിരിച്ചു വാങ്ങണം, കമ്മ്യൂണിക്കേഷൻ വാങ്ങണം, എന്നിട്ട് വേണം അന്വേഷണം നടത്താൻ. ആ സസ്പെൻഡ് ചെയ്യാൻ ഞാൻ ഈ കൊടുത്ത അദ്ദേഹത്തിൻ്റെ വസ്തുവകകളുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് മാത്രം മതി. 6 മാസമാണ് കൊടുത്തത്. ഈ 3.5 കോടി ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല.